എവിടെയൊക്കെ തപ്പിയിട്ടുണ്ട് അത് നോക്കിക്കോളൂ. അതൊരു 2 സ്പീഡിൽ റാമ്പ് ചെയ്താൽ മതി. ധീരനിലോട്ട് വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഒരു സെറ്റിലേക്ക് ചെന്നിട്ട് ഞങ്ങൾക്ക് തന്നെ ചിരി വന്നൊരിത് സുധീഷൻ്റെ ജോപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ളതാണ്. അതിൽ ഈ പറയുന്ന പോലെ ആ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണുന്നവർക്കതൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സാധനങ്ങളുള്ളൊരു വീടാണ്. ആ വീട്ടിൽ ഇയാൾ മറ്റേ വാറ്റാനുള്ളതിൻ്റെ സാധനം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നോക്കുന്നത്. ഓൺസെറ്റ് പൊതുവെയുള്ള എന്താ പറയുക കമ്മ്യൂണിക്കേഷനുകൾ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. പിന്നെ തമ്മിലുള്ള വിശ്വാസം അതും വളരെ എന്താ പറയുക സഹായകരമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ 10-12 വർഷത്തിന് മേലെ സ്ട്രഗിൾ ചെയ്തു. നമുക്ക് കിട്ടുന്നൊരു ധീരതയുടെ പട്ടമാണ് ഇപ്പോൾ ഈ ചെയ്യുന്ന സിനിമ. അതൊരു നല്ലൊരു കമേഴ്ഷ്യൽ സിനിമ ചെയ്തു, നല്ല ബാനറിൽ ചെയ്തു എന്നുള്ളതാണ്. പോകെ രണ്ടാമത് പറഞ്ഞ വാക്കാകാതിരിക്കാനാണ് ഇനിയും നോക്കേണ്ടത്. ഒരുപാട് പ്രോപ്പ് കണ്ട് ഞങ്ങൾ ചിരിച്ചു. അതായത് ഒരു ഏതോ ഒരു മലയാളി പോലത്തെ ഒരു മുഖം ഉണ്ടായിരുന്നു, ഒരു സൈലൻസ് ഉണ്ടായിരുന്നു. ഈ വോൾവോ ബസ്സിൻ്റെ മിററായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ധീരനെ കാരണം ദൈവത്തിൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ധീരതയ്ക്കുള്ള മെഡൽ വാങ്ങിച്ചപ്പോൾ അയാളെ ന്യൂഡൽഹിയിലേക്ക് കൊണ്ടുപോയതും അവാർഡിന് കൊണ്ടുപോയതെല്ലാം അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. ആ ഒറിജിനൽ ധീരൻ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരൊരു വളരെ ഇമ്മൻസ് എക്സ്പീരിയൻസ് ഉള്ളൊരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അവർ എന്താ പറയുക പല കാലഘട്ടത്തിലെ സിനിമയിൽക്കൂടെയൊക്കെ കടന്നു വന്നേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ സെറ്റിലുള്ളപ്പോൾ ഞങ്ങൾക്കതൊരു സ്ട്രെങ്ത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടു ബി ഓണസ്റ്റ്ലി ലൈക്ക് ബഹുജനം പലവിധം എന്നുള്ളതാണ്. ഇതിൽ കൂടുതലും ഒരു വളരെ മെച്യൂർഡായിട്ടുള്ള ജോക്സാണ്, വളരെ മെച്യൂർഡ് കോമഡികളുമാണ്. ഇങ്ങനൊരു സിനിമയിലേക്ക് വരുമ്പോൾ എന്താ പറയുക ഒരു ആസ് എ സിനിമാറ്റോഗ്രാഫർ ഞാൻ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ സ്പേസുകൾ എന്തായിരിക്കണം, ടെറൈൻ എന്തായിരിക്കണം, അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. Hi all, welcome back to another episode of Wise Talks, where we go behind the scenes with mind-shaping Malayalam cinemas. So, ഇന്ന് നമ്മളുടെ കൂടെ ഇരിക്കുന്നത് റീസെൻ്റ്ലി റിലീസ്ഡ് മൂവി ധീരനിലെ 2 key talents ആണ്, the editor and cinematographer. So, let's welcome Finn George Verghese and Harikrishnan Lohitdas. So, നമുക്ക് ധീരനിലോട്ട് വരാം. എന്താണ് ധീരൻ, എങ്ങനെയാണ് നിങ്ങൾ ധീരൻ എന്നുള്ളൊരു ഇതിലോട്ട് നിങ്ങൾ എത്തിയത്? ധീരനിലേക്ക് എത്തുന്നത് അതിൻ്റെ സംവിധാനത്തിലൂടെ തന്നെയാണ്. ദേവദത്ത് ഷാജി എന്താ പറയുക ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടറിയുന്ന എന്താ പറയുക ഞങ്ങളുടെ സഹോദരനാണ് എന്ന് പറയാം. അപ്പോൾ ദേവദത്ത് ആദ്യമായിട്ട് സംവിധാനം എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നപ്പോൾ കൂടെ ഞങ്ങളെ കൂടെ ചേർത്ത് കൊണ്ടുപോയി എന്നാണ് പറയുക. അങ്ങനെയാണ് ധീരനിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ട്രയോ ഒക്കെ ആണെന്ന് നമ്മൾ കേട്ടു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ട്രയോ ഈ ധീരനിൽ വർക്ക് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സർ, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഞങ്ങൾ ഫിലിം സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണ് 2013 LV പ്രസാദ് ചെന്നൈയിൽ. അതിനുശേഷം ഞാൻ എന്തെങ്കിലും ഷോർട്ട് ഫിലിംസോ ഡോക്യുമെൻ്ററീസോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹരിയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. ഹരി അല്ലാതെ എന്തെങ്കിലും വർക്കിന് ക്യാമറ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു ജെല്ലിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് ദേവദത്ത് ഡയറക്ടർ ഹരിയുടെ ഒപ്പമാണ് ആദ്യം കൊളാബ് ചെയ്ത് തുടങ്ങുന്നത്. ദേവദത്ത് ചെയ്ത ഷോർട്ട് ഫിലിംസ് എൻ്റെ സ്വന്തം കാര്യം ക്യാമറ ഹരിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് അറിയാമെങ്കിലും ഞാൻ അതിൻ്റെ ഭാഗമല്ല. അതിനുശേഷം ഞാൻ ഭാഗമായത് ധീരനിലാണ്. അതിനു മുന്നേ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ഒരു വീട്ടിൽ ഞങ്ങൾ ആലുവയിലൊരു വീടുണ്ടായിരുന്നു, ഒരു പുഴയുടെ തീരത്ത്. കോവിഡ് കാലത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അതെ, അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ, ഹരി, ദേവദത്ത്, അതുപോലെ തന്നെ ആദർശ്, പോൾസൺ, നമ്മുടെ കാതൽ, നെയ്മർ, RDX സിനിമകളുടെ ഡയറക്ടേഴ്സാണ് അവർ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പം ആ വീട്ടിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല സിനിമകളുടെ ഒരു ഉൽപ്പത്തി എന്ന് പറയാവുന്നത്. അതാണ് അതിൻ്റെ ഒരു തുടക്കം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 പേരും വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുകയല്ലേ നമ്മൾ. അപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഓൺസെറ്റ് പൊതുവെയുള്ള എന്താ പറയുക കമ്മ്യൂണിക്കേഷനുകൾ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. പിന്നെ തമ്മിലുള്ള വിശ്വാസം അതും വളരെ എന്താ പറയുക സഹായകരമായിരുന്നു ഞങ്ങൾക്ക്. അതിപ്പോൾ ഈ ട്രയലിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾ
വേർബലി പറയാതെ തന്നെ ഞങ്ങളുടെ ലുക്കുകളോട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കണക്ട് പറ്റും. ചെയ്യാൻ അത് എനിക്കും ഹരിക്കും പറ്റും, എനിക്ക് ദേവദത്തിനും പറ്റും, ദേവദത്തിനും ഹരിക്കും പറ്റും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ്റും. അപ്പോൾ അത് ചില ലുക്കുകളിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടും. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ ഏതൊരു മേഖലയും പോലെ സിനിമയും ഒരുപാട് ഈഗോ ഒക്കെ ഉള്ള വലിയൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഞങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളി, ഞാനിപ്പോൾ അത് ആലോചിക്കുമ്പം ഒരു ദിവസം പോലും ഞങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിന് വേണ്ടി പിണങ്ങിയാൽ 1 മണിക്കൂറത്തെ പിണക്കമേ ഉള്ളൂ. അതെല്ലാം സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പിണക്കങ്ങളാണ്. അപ്പോൾ അത് വിട്ടുകൊടുക്കലല്ല, അതെല്ലാം സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതിപ്പോഴും ഞാൻ ആലോചിക്കുമ്പം ബ്യൂട്ടിഫുള്ളി ഞങ്ങൾക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പോൾ ധീരൻ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ കൂടുതലും സീനിയർ ജൂനിയർ ഒരു കാറ്റഗറിയിലോട്ട് വരികയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ജഗദീഷ് സർ, മനോജ് കെ ജയൻ സർ, അശോകൻ സർ, അങ്ങനെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസ് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ? അല്ല, അവരൊരു വളരെ ഇമ്മൻസ് എക്സ്പീരിയൻസ് ഉള്ളൊരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അവർ എന്താ പറയുക, പല കാലഘട്ടത്തിലെ സിനിമയെക്കൂടെയൊക്കെ കടന്നു വന്നേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ സെറ്റിലുള്ളപ്പോൾ ഞങ്ങൾക്കതൊരു സ്ട്രെങ്ത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവരാരും എന്താ പറയുക ഷൂട്ട് നടക്കുന്ന സമയത്ത് കാരവാനിൽ കയറിയിരിക്കുന്നവരല്ല. ഞങ്ങളോടൊപ്പം തന്നെ ആ സെറ്റിലിരുന്ന് സംസാരിക്കുകയും തമാശ പറയുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു രീതിയിലും ഞങ്ങൾക്കൊരു പ്രഷർ ഉണ്ടായിരുന്നില്ല ഇവരുടെ അടുത്ത്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേരെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയേക്കാണ്, ഇവരെ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചിന്തിച്ചിരുന്നുള്ളൂ. അതിനായിട്ട് പല ടേക്കുകൾ പോകാനാണെന്നുണ്ടെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും അവർ തയ്യാറായിരുന്നു. പലപ്പോഴും ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചില രാത്രികളിൽ ഈ 2 മണി 3 മണി സമയത്തൊക്കെ നമുക്ക് എല്ല് കോച്ചുന്ന പോലത്തെ തണുപ്പുണ്ടായിരുന്നു. അതിലും ഇവരെല്ലാവരും നിന്ന് എന്താ പറയുക, ഒരു ടേക്ക് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു കൈ തട്ടിയിട്ടൊക്കെയാണ് ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റിൽ ഒരു ചെറിയ മാറ്റം വരിക. അടുത്തൊരു ടേക്ക് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക മടിയും കൂടാതെ ഇവർ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇവർ നമ്മൾ കാണാൻ, അതായത് ഒരുപക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം തൊട്ടേ ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ, എനിക്ക് നാശനചാണ്ടക്ക് പരിപാടി ആകുമ്പോഴൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിലും നല്ല ഫിലിമിൻ്റെ കാലഘട്ടം തൊട്ട് ഡെഫിനറ്റ്ലി ഉള്ളവരാണ്. എനിക്ക് തോന്നിയ കാര്യം ഇവർ ഭയങ്കര ഇവോൾവിങ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. കാരണം ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ഒരു ഗ്രോത്ത് അവർക്കറിയാം, ഫ്രെയിമിങ്ങിൻ്റെയും മൂവ്മെൻറ്റിൻ്റെയും ഇതറിയാം. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത സാധനങ്ങളായിരിക്കും അവർ ആക്ഷനിൽ തരുന്നത്. പിന്നെ നമുക്ക് ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാരം നമുക്ക് എങ്ങും ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്, നമുക്ക് അതിൻ്റെ ഒരു ഭാരം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഓക്കെ. അപ്പം നിങ്ങളുടെ ഇപ്പോൾ എഡിറ്റിങ്ങിൽ ഫേസ് ചെയ്തേക്കുന്നപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ഞാനൊരു സീൻ നിങ്ങൾക്കൊരു ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ, ഇതിങ്ങനെ വന്നാൽ കൊള്ളായിരിക്കും, ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും. അങ്ങനെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഹൈ വന്ന പോലത്തെ എന്തെങ്കിലും ഒരു സീനോ ഒരു ഇവൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഇപ്പം ഞാനിതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ടേ ഉണ്ടായിരുന്നു. നോർമലി ഒരു എഡിറ്റർ ഷൂട്ടിന് ശേഷമാണ് അതിനകത്ത് ഇന്നാവുന്നത്. ഞാനിതിൽ എഡിറ്റർ പ്ലസ് ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റായിരുന്നു. അപ്പം ഞാൻ അതിൽ സ്ക്രിപ്റ്റിൽ തൊട്ടേ അതിൻ്റെ ഡിസ്കഷനിലുണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ പല കാര്യങ്ങൾ വളരെ ഷോർട്ടാക്കി ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളൊരിതിലാണ് നമ്മൾ പോയത്. പിന്നീട് ഷൂട്ടിലേക്ക് എത്തിയപ്പം നമ്മൾ റഷുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇതിങ്ങനെ ആയിരിക്കും പോകുന്നത് എന്നുള്ളു. പക്ഷേ നമ്മൾ എഡിറ്റിൽ വരുമ്പോൾ എപ്പോഴും എനിക്കൊരു അതൊരു വണ്ടർ തരുന്നൊരു ഏരിയയാണ്. ഭയങ്കര അത്ഭുതം, നമ്മൾ ഉദ്ദേശിക്കാത്ത കാരണം നമ്മൾ അവിടെ കാണുന്ന ഓക്കെ ടേക്ക് ആയിരിക്കില്ല നമുക്ക് ടേബിളിൽ വരുമ്പോൾ ഉള്ളത്. പിന്നെ ചില മൈന്യൂട്ട് സാധനങ്ങളുണ്ടാവും. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർക്കുമ്പം അതിലൊരു സീനുണ്ട്, ബസ്സിനകത്ത് പ്രപ്പോസ് ചെയ്യുന്നൊരു സീനുണ്ട്, ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ. അതിൽ ആദ്യം ആംഗിള് സുരമ്യയിലേക്ക് ഷോട്ട് വെച്ചിട്ട് ഒരു പോയിന്റിൽ ആ ഡയലോഗ് പകുതി ഒരു പോയിന്റിൽ എത്തിയപ്പം ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സംശയം, ഇതൊരു നല്ലൊരു ആംഗിളാണോ എന്നൊരു സംശയം. ഞങ്ങൾ അന്നേരം തന്നെ കട്ട് ചെയ്തിട്ട് അതിന് വേറൊരു ആംഗിൾ വെച്ചു. അപ്പം മറ്റേ ആംഗിൾ ശരിക്കും ആവശ്യമില്ലാത്തൊരു ആംഗിളാണ്. പക്ഷേ അത് എഡിറ്റിലേക്ക് വന്നപ്പോൾ ഒരു സ്പെസിഫിക് പോയിന്റിന് അതിനൊരു ബ്യൂട്ടി എനിക്ക് തോന്നി. അതായത് ഒരു ഡയലോഗ്, അതായത് ലിസ്റ്റ് മാത്രമാണ്, അത് ട്രെയിലർ വന്ന ഡയലോഗാണ്. ഒരു കാഷ്വൽ പരിപാടിയിൽ ലെസ്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് ഓക്കെ ആയിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടി മാത്രം ഞാൻ ആ ഓഫ് ആക്കി വെച്ച ആംഗിളുണ്ട്. നമ്മൾ ആദ്യം വെച്ചിട്ട് ഇഷ്ടപ്പെടാഞ്ഞൊരു ആംഗിള് എനിക്ക് ആ സ്പെസിഫിക് ഡയലോഗ് പറഞ്ഞപ്പോൾ എനിക്ക് അതിന് പ്രത്യേക ഭംഗി തോന്നി. അതായത് ഒരു ഡയലോഗിൻ്റെ എക്സ്റ്റൻഷൻ തന്നെ ഫ്രം ക്ലോസ് ടു വൈഡിലേക്കാണ് കട്ട് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില
സ്പെഷ്യൽ സാധനങ്ങൾ എഡിറ്റിൽ മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ അത് എല്ലാ സാധ്യതകളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. കാരണം ഒരു നോഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രീ കൺസീവ് ചെയ്തൊരു സാധനം വെച്ചുകൊണ്ട് പോയിരുന്നത് കിട്ടില്ല. നമ്മൾ ടേബിളിലേക്ക് വരുമ്പോൾ പിന്നെ സ്ക്രിപ്റ്റും ഇല്ല, പ്രീ പ്രൊഡക്ഷനിലൊന്നുമില്ല. അതാണ് പിന്നെ സ്ക്രിപ്റ്റ്. അങ്ങനൊരു പല സീനുകളിലും അങ്ങനൊരു എക്സ്ട്രാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ധീരൻ കേട്ടപ്പോൾ നിങ്ങൾ എന്താണ് അതിനകത്തോട്ട് അട്രാക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യും എന്നുള്ളൊരു പോയിന്റ് വന്നല്ലോ, ആ ഒരു പോയിന്റിലോട്ട് എന്താണ് നിങ്ങളെ ലീഡ് ചെയ്തത്? ധീരനിലേക്ക് ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്നത് ഇപ്പോൾ ദേവദത്ത് കൊണ്ടുവന്ന ഒരു എന്താ പറയുക ഒരു ടെക്സ്റ്റ് തന്നെയാണ് ഏറ്റവും ആദ്യം. അത് വായിച്ച് ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നറേറ്റ് ചെയ്യുമ്പോഴും ഞങ്ങളിലുണ്ടായിരുന്ന ചിരി തന്നെയാണ് ഞങ്ങൾക്ക് ഓക്കെ ഇത് വർക്ക് ചെയ്യും എന്നുള്ള. കാര്യം ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവാത്ത ഓവർ ദ ടോപ്പ് ഒന്നുമല്ല. വളരെ സാധാരണക്കാരായ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ പെരുമാറുന്ന പോലെ, അതും ഞങ്ങൾക്ക് അറിയാവുന്ന പല ക്യാരക്ടേഴ്സും ഉണ്ട് അതിനകത്ത്. അവരുടെ പലരുടെയും പല മുഹൂർത്തങ്ങളിൽ കൂടെ പോകുന്ന നിറയെ ചിരി എന്ന് പറയുന്ന ഫാക്ടറാണ് ഞങ്ങളെ ഏറ്റവും ഇൻട്രസ്റ്റ് ചെയ്തത്. പിന്നെ അതിന് മുകളിൽ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റിൻ്റെ ഒരു സ്ക്രാച്ച് പോയിൻ്റ് തൊട്ട് അറിയാം. പെട്ടെന്നൊരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് കൊണ്ട് വരികയല്ല. ഞങ്ങൾ പല സ്റ്റേജുകളിലും അതിലിരിക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്തു വന്നേക്കുന്നതാണ്. പല വേർഷൻസും കേട്ടേക്കുന്നതാണ്. അപ്പോൾ ആ എന്താ പറയുക എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് പിന്നെ ഒരു വലിയ ഗ്രൂപ്പാണ് ഇതിനകത്ത് ഓൺ സ്ക്രീൻ ഉള്ളതും ഒരു വലിയൊരു കൂട്ടം ആൾക്കാരാണ്. അതെല്ലാം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് കാസ്റ്റിങ്ങിലേക്കും കൂടെ കടന്നു കഴിഞ്ഞപ്പോൾ അത് എന്താ പറയുക ഇരട്ടിയായി ആ ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. എന്താ പറയുക നമ്മൾ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടേക്കുന്ന സിനിമകളിലെ ആ ആളുകളെല്ലാവരും കൂടെ ഒരുമിച്ച് വീണ്ടും സ്ക്രീനിൽ വരും. അപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ ഇൻ ഹരിഹർ നഗറോ അല്ലാന്നുണ്ടെങ്കിൽ റാംജി റാവു എല്ലാം നമ്മൾ കണ്ടേക്കുന്നത് ഒരു ലാപ്ടോപ്പ് സ്ക്രീനിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു TV സ്ക്രീനിലോ ആണ്. ഇവരെ എല്ലാവരെയും കൂടെ ഒരു ലാർജ് സ്ക്രീനിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എന്താ പറയുക ഞങ്ങൾക്ക് ഭയങ്കര ഹരം തന്ന കാര്യമായിരുന്നു. ലാസ്റ്റ് സ്ക്രീനും ആ സിനിമകളുടെ തന്നെ യോണറിൽ വരുന്ന ഒരു സിനിമയിലേക്ക് കൂടെ വരുമ്പം അത് ഡബിളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്കറിയാം TV-യിൽ കണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത് എൻജോയ് ചെയ്തേക്കുന്നതെന്ന് അറിയാം. പക്ഷേ ഒരിക്കലും ഇപ്പോൾ ഞങ്ങൾക്ക് ആർക്കും എന്താ പറയുക ഇത് തിയേറ്ററിൽ കണ്ടതിൻ്റെ ഓർമ്മകളില്ല. കാരണം ഞങ്ങൾ ചെറുതായിരുന്നു, വളരെ ചെറുതായിരുന്നു അന്ന്. ഇന്നത്തെ തലമുറ പലരും ജനിച്ചിട്ടുമില്ല. അപ്പോൾ അവർക്കും ഈ പറയുന്ന പോലെ ഓക്കെ ഇതൊരു ബിഗ് സ്ക്രീനിലേക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അതുപോലത്തെ ഒരു സിനിമ അതേ കാസ്റ്റിനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതെ. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായോ നിങ്ങൾക്ക് എങ്ങനെ ഷെയർ ചെയ്യാൻ? അത്രയും ഒരു ഫൺ എക്സ്പീരിയൻസ് എന്തെങ്കിലും അവരിൽ നിന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഈ ഷൂട്ടെന്ന് പറയുന്നതേ ഒരു ഫണ്ണാണ്. കാരണം ഇവർ പറഞ്ഞല്ലോ പൊതുവെ ഒരു കാരവാൻ കൾച്ചറിന് മുമ്പ് തൊട്ടേ ഉള്ള ആൾക്കാരാണ് ഇവർ. ആ സ്പേസ് ആ ഒരു ഷൂട്ടിംഗ് സ്പേസിനെ എപ്പോഴും ഒരു ജോയ്ഫുൾ സ്പേസ് ആയിട്ട് നിർത്താനായിട്ട് ശ്രമിച്ചിരുന്ന ആൾക്കാർ. അപ്പോൾ ഓൺ സെറ്റ് നമ്മുടെ ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും ചിലപ്പോൾ ഇവർ എന്താ പറയുക അവിടെ നിന്നും ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ചിരിപ്പിക്കും. ഇപ്പം നമ്മൾ ഇവരുടെ യൂട്യൂബ് വീഡിയോസ് ഈ അടുത്ത് ഒരുപാട് ഹിറ്റായല്ലോ. അതൊന്നും ഇല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിലായതുകൊണ്ട് അതിനൊരു ഫിൽട്രേഷൻ ഉണ്ട്. അതുപോലും ഇല്ലാതെ അതുപോലെ ഒരുപാട് രസകരമായ ഇൻസിഡൻസ് ആണ് അവിടെ നടക്കുന്നത്. അതിൽ പലതും നമ്മൾ കേൾക്കും, നമ്മൾ ഭാഗമാകും. പക്ഷേ ഒരു ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്കിതിനകത്ത് എക്സൈറ്റിംഗ് ഫാക്ടർ തീർച്ചയായിട്ടും ഒരു ദേവദത്ത് ഫാക്ടർ. കാരണം ഭീഷ്മത്തിന് ശേഷം പുള്ളിക്കാരൻ സ്വന്തമായിട്ട് വളരെ പ്ലാൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കാരൻ ഒരു സിനിമ ചെയ്യുന്നു, അതിൽ ഞങ്ങളെ ഭാഗമാക്കുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്ത് പല സിനിമകളിലും അസോസിയേറ്റ് ചെയ്ത് ഭാഗമായെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറയുന്നത് ഞങ്ങൾ മലയാളത്തിൽ ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ പല ഓഫേഴ്സും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ളവരാണ്. അവിടെ പുള്ളിക്കാരൻ അതുപോലെ തന്നെ ചിയേഴ്സ് പോലൊരു പ്രൊഡക്ഷൻ ഞങ്ങളെ കൂടെ കൂട്ടി. അപ്പോൾ ചിയേഴ്സും ഞങ്ങൾക്കൊരു വലിയ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറാണ്. കാരണം അവരുടെ ലൈനപ്പുകളും അല്ല അവർ ചെയ്ത സിനിമകളും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ സിനിമകളാണ്. അത് ഇതുപോലെ വളരെ ഗ്രാജുവലായിട്ട് തന്നെ കയറി ഹിറ്റായ സിനിമകളാണ്. അപ്പം അത് നമുക്ക് വലിയ അല്ല കാരണം വെച്ചാൽ അതൊരു പലപ്പോഴും പറഞ്ഞല്ലോ ഇപ്പോൾ കപ്പിനും ചുണ്ടിലും ഇടയിൽ പോകാമെന്ന് പറയുന്ന പോലെ ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അത് പലപ്പോഴും പലയിടത്തും ഈ പറയുന്ന പോലെ പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് ഉണ്ടാവുന്ന
ഒരു വിമുഖതയാണ്. അത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ചിയേഴ്സ് ഞങ്ങളെ കൈ പിടിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എപ്പോഴും നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ആദ്യത്തെ എൻട്രി കിട്ടാനാണ് എല്ലാ കലാകാരന്മാരുടെയും ഇത്. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ 10-12 വർഷമാണ് ഒരു കലാകാരൻ്റെ സ്ട്രഗിൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അത് അപ്പോൾ ഇപ്പോൾ രാജേഷ് മാധവനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ എന്താ പറയുക, ഒരു കോമഡി ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഹിസ് മാനേജിങ് ലൈക്ക് എന്ത് റോൾസും മാനേജ് ചെയ്യാന്നുള്ള ഒരു ഇതിലത്ത് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഹൗ യു ഗൈസ് ഫീൽ? രാജേഷിൻ്റെ കൂടെ വർക്ക് ചെയ്യൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഇപ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിക്കുമ്പോഴോ പറയുമ്പോഴോ ഉണ്ടായിരുന്ന ഇതിനേക്കാളും മേലെ ഒരു ലെയർ ആ ക്യാരക്ടറിന് കൊണ്ടുവരാനായിട്ട് എൽദോസ് എന്ന് പറയുന്ന ഈ സിനിമയിലെ ക്യാരക്ടറിനെ കൊണ്ടുവരാൻ രാജേഷിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന പോലെ ഞാൻ എന്താ പറയുക, IPS കണ്ണെടുത്ത് ഞെട്ടിയേക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഒരു സിംപ്ലി ലൈറ്റായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണെന്നുള്ളിടത്ത് രാജേഷേട്ടനത് പ്രസൻറ്റ് ചെയ്ത് വരുമ്പോൾ ആ ക്യാരക്ടറിന് ഒരു അതർ ലെയർ ഓഫ് ഇമോഷൻ ഉണ്ടായിരിക്കും. അത് എന്താ പറയുക, ഇപ്പോൾ പെട്ടെന്ന് ചില സമയത്ത് എന്താ വെച്ചാൽ ഷോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് തലയെടുത്തിട്ട് ദൈവത്തിന് നോക്കുമ്പോൾ ദൈവത്തെ അവിടെ നോക്കിയിട്ട് ശരി എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിലും മേലേക്ക് കിട്ടുക എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് രാജേഷേട്ടനെ വളരെയധികം എന്താ പറയുക, ഒരു കാരിക്കേച്ചറിലാക്കി ആണ് സിനിമ ഉപയോഗിച്ചേക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല സിനിമകളിലും ഒരു കാരിക്കേച്ചർ ഫിഗറായിട്ടാണ് കൂടുതലും ഉപയോഗിച്ചേക്കുന്നത്. രാജേഷേട്ടൻ്റെ ശരീരമാണെങ്കിലും മുഖത്തിൻ്റെ ഇതാണെങ്കിലും. അപ്പോൾ ഞങ്ങൾക്കൊരു എന്താ പറയുക, ആദ്യം തൊട്ടേയുള്ള ചർച്ചയിൽ ഒരു മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ ബാക്കിൽ വെക്കുന്ന ഞങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു, അങ്ങനെ ആയിരിക്കരുത്, ഇയാളൊരു വളരെ സാധാരണക്കാരനായിട്ട് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ രാജേഷേട്ടൻ്റെ ഫേസിന് ഒരു ചെറിയ എന്താ പറയുക, പെട്ടെന്ന് കാരിക്കേച്ചർ ആവാനുള്ള ഒരു സാധ്യതയുള്ളൊരു മുഖമാണ്. അപ്പോൾ പൊതുവെ ലെൻസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആംഗിൾ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ എപ്പോഴും എന്താ പറയുക, അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെരി ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത് ആ സോങ്ങിൽ തന്നെ കാണുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി വരികയും കൂപ്പൺ കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു സീനുണ്ട്. അത് തന്നെ പുള്ളിക്കാരൻ അപ്പോഴാണ് ആദ്യമായിട്ട് കാക്കിയിട്ട്, ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ ആദ്യത്തെ ദിവസം. അപ്പം അന്നും കാക്കിയൊക്കെ ഇട്ട് വരുമ്പോഴാണ് ഡയറക്ടർ ആദ്യമായിട്ട് പറയുന്നത്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇയാൾ ഈ കോതമംഗലം മലയാറ്റൂർ പെരുമ്പാവൂർ ഭാഗത്തുള്ള ഒരു ബസ് കണ്ടക്ടറാണ്, ഓക്കെ എൽദോസാണ്, എനിക്ക് പറഞ്ഞത് വിശ്വാസം. അപ്പോൾ ആ ലുക്കിൽ തന്നെ നമുക്കത് ആദ്യത്തെ ദിവസം തന്നെ അത് കിട്ടി. അതാണ് ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാജേഷേട്ടൻ ഒരു ഡിറക്ഷനിലും കൂടെ കാലങ്ങളായിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ കാസ്റ്റിങ്ങിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മേക്കിംഗ് സൈഡിലുള്ളവരുടെ കഷ്ടപ്പാട് പുള്ളിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാടയും ഒന്നുമില്ലാത്ത നമ്മളോട് വളരെ ഭയങ്കര ഫ്രണ്ട്ലി. ഇപ്പോൾ ഞങ്ങൾ കൃഷ്ണയിലൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ ഞങ്ങളൊരു സെറ്റുണ്ട്, രാവിലെ പോയി പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നൊരു സെറ്റുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ രാജേഷേട്ടനെ നമ്മളോട് നമുക്ക് ചോദിക്കാനുള്ളൊരു ഇതിന് മുന്നേ പുള്ളി ഇങ്ങോട്ട് പറയും, ഞാനിവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിയും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലായിടത്തും പോയി ഫുഡ് എക്സ്പ്ലോർ ചെയ്യും. ഇവർ രണ്ടുപേരായിരുന്നു കൂടുതൽ പോയിരുന്നത്. എനിക്ക് മിക്കവാറും ആദ്യം രാവിലെ പണിയുണ്ടാവും, പക്ഷെ പിന്നീട് ഞാനും ഫിഗർ ഔട്ട് ചെയ്തു എങ്ങനെ പോകാൻ പറ്റുന്നുള്ളൂ. അതെ, എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ക്ഷമയായിട്ട് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പം അത്രയും സ്ട്രഗിൾ, അത്രയും ഇങ്ങനെ ക്ഷമയോടെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന കാര്യം. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഓവർകം ചെയ്യുന്നത്? എഡിറ്റിംഗ് ചെയ്യുന്നവരോടും ഒരു അഡ്വൈസ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ പേഴ്സണലി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? അതായത് ഒരു ക്രിയേറ്റീവ്ലി വരുമ്പോൾ ഇത് ഞാൻ ചൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ്. അത് ഡിമാൻഡ് ചെയ്യുന്ന ചില ക്വാളിറ്റീസ് മാത്രമാണ് പേഷ്യൻസ്. കാരണം ഇതൊന്നും ലൈഫിൽ നമ്മൾ ഒട്ടും ഞാനൊരു ക്ഷമയുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഒരു സിനിമയുടെ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും ഓർഗനൈസ്ഡും പ്ലാൻഡുമായിട്ടുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ സിനിമ ഷൂട്ടിംഗ് ആണ്. കൃത്യം ദിവസങ്ങളെപ്പറ്റി പ്ലാനിങ്ങും അത് ഇന്ന മണിക്കൂറിൽ എന്ത് നടക്കുന്ന പ്ലാനിങ് ഉണ്ടാവും. എന്നാൽ പൊതുവേ പറയുന്നത് സിനിമാക്കാർ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത ആൾക്കാർ. ഇപ്പം ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ തന്നെ ഇപ്പം ജോലിയിലേക്ക് വരുമ്പം അത് നമ്മുടെ ജോലിയെക്കാട്ടിലും മേലെ നമുക്ക് താല്പര്യമുള്ളൊരു ഏരിയയാണ്. അപ്പം
നമ്മൾ പണ്ട് തൊട്ടേ അക്കാഡമി പഠിച്ചു വെച്ച ചില റൂളുകൾ ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നു. അതായത് എല്ലാ ഫുട്ടേജും കാണുക, അതിനകത്ത് അവർ മാർക്ക് ചെയ്ത് ഓക്കെ, നമുക്ക് ഓക്കെയാണ്, പക്ഷേ എല്ലാം കാണുക. ചിലപ്പോൾ അതിൽ നല്ല പെർഫോമൻസ് ഫസ്റ്റ് ടേക്കിലായിരിക്കും. പിന്നെ ഒരു 3-4 ഓപ്ഷൻസ് നമ്മൾ മൈൻഡിൽ വർക്ക് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് റിവൈൻഡ് ചെയ്യണം, കാരണം ഇത് മൊത്തം തലേന്ന് കളയണം. തലേന്ന് മൊത്തം കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയൊരു പേഴ്സ്പെക്റ്റീവ് ചിലപ്പോൾ കിട്ടും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇത് പരിചയമില്ലാത്ത ഒരാളെ കൊണ്ട് നമുക്കൊന്ന് കാണിച്ചിട്ട് അഭിപ്രായം എടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എഡിറ്റിൽ നമുക്ക് വീണ്ടും വീണ്ടും റീവർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചില സീനുകൾ 2-3 സ്റ്റൈലിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കാം. അതെല്ലാം ഒരു കഥ പറച്ചിലാണല്ലോ. എഡിറ്റ് എന്ന് പറയുന്നത് കഥ പറയുന്നതാണ്. അത് പേസ് കൂട്ടി പറയാം, പേസ് കുറച്ച് പറയാം. അത് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. അതെ, അപ്പോൾ നമ്മളിപ്പോൾ എഡിറ്റിംഗ് ചെയ്തിട്ട് ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ മാറി എന്നുള്ള രീതി വരുമല്ലോ. ചില നമ്മൾ ഔട്ട് കൊണ്ടുവന്നത് ഫൈനൽ വന്നപ്പോൾ കുറച്ച് അങ്ങനെ ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ സീനുകൾ പറയുമ്പോൾ അത് കോൺഫിഡൻഷ്യലാണ്. എന്നിരുന്നാലും ഇപ്പം പല സീനുകൾ നമ്മൾ ആദ്യം പറയുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഡയറക്ടറോടും ചോദിക്കും, ക്യാമറയോടും ചോദിക്കും. നമ്മളോട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിൽ വരും, നമ്മളിതിന് എന്ത് പേസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവൻ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും എഡിറ്റ് ചെയ്യുമ്പം കട്ടായിരിക്കും. നല്ല പേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതെന്നാൽ വേറൊരിടത്ത് ചെല്ലുമ്പോൾ ആ കോൺവെർസേഷൻ്റെ ഒരു സ്പീഡും പേസിങ്ങും അതിനെ ഭയങ്കരമായിട്ട് ബാധിക്കുമല്ലോ. ഇത് നമ്മൾ എങ്ങനെ വേണം, ആ കഥാപാത്രത്തിനൊരു ടെമ്പോ വേണം സംസാരിക്കുന്നതിന്. മനസ്സിലായി, ഇതിനകത്ത് വിനീതേട്ടൻ സംസാരിക്കുന്നത് ഒരു വേറൊരു ടോണിലാണ്. അതൊരു സ്ലോ പേസാണ്. നമ്മൾ അത് തന്നെയാണ് ഇത് ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പം ഈ സിനിമയുടെ പേസിങ്ങും ഒരു സ്ലോ പേസിൽ നമ്മൾ തുടങ്ങിയിട്ട് പെയ്യെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. അതിൽ നിന്നാണ് വണ്ടിക്കൊപ്പം നമ്മൾ ഗിയർ മാറുക. വണ്ടിക്കൊപ്പം നമ്മൾ ഗിയർ മാറിയിട്ടാണ് ഇതിൻ്റെ പേസിങ് ഗ്രാജുവലി കൂടി നമ്മൾ ഫസ്റ്റ് ഹാഫിലേക്ക് എത്തുന്നു. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും വേറൊരു പേസിംഗ് ആണ്. അങ്ങനെ തന്നെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നതും. അത് നല്ലൊരു പ്ലാനിങ് തന്നെയാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അച്ഛൻ സ്ക്രീൻ റൈറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ മകൻ സിനിമറ്റോഗ്രാഫി, അപ്പോൾ അത് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? പിന്നെ പൊതുവേ പണ്ട് തൊട്ടേ കുറേ സെറ്റുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുറേ സിനിമാറ്റോഗ്രാഫേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവരെ കണ്ടു തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഫാസിനേഷൻ വരുന്നത്. അത് കഴിഞ്ഞാണ് അവരുടെ വർക്കുകൾ നോക്കുന്നതും അത് അതിനേക്കാളും ഫാസിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തിൽ എവിടെയോ കയറിയതാണ് ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്ന ഐഡിയ. അത് പിന്നെ വളർന്നപ്പോൾ കൂടെ വളർന്നു, പിന്നെ അതിനെ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ സിനിമറ്റോഗ്രാഫർ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ലൊക്കേഷൻ ബേസിസിൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ബേസിസിലൊക്കെ നമുക്ക് കുറേ സ്ട്രഗിൾസ് ഒക്കെ വരുമല്ലോ. നിങ്ങൾ ക്യാമറ ആങ്കിൾ വെക്കുന്നത് ആ ഒരു രീതിയൊക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് ഈ ഒരു ത്രൂ ഔട്ട് ഫിലിമിൽ? ധീരനിലേക്ക് വരുമ്പോൾ എന്താ പറയുക, നമുക്കൊരു വളരെ ഒരു ഹ്യൂജ് എന്താ പറയുക ഒരു സെറ്റപ്പോ അല്ലെങ്കിൽ വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ബഡ്ജറ്റുള്ള സിനിമയല്ല. നമുക്ക് എന്താ പറയുക ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ടൈമിൻ്റെ കാര്യത്തിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. കാരണം എസ്പെഷ്യലി ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ ചേസും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എന്താ പറയുക ഒരു വളരെ മിനിമം ടൈമിനകത്ത്, കാരണം നമുക്ക് വളരെ മിനിമം ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് എങ്ങനെ ചെയ്യാം, അതിനെ എത്രത്തോളം അതിൽ എഫക്റ്റീവ് ആക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ആദ്യ സിനിമയാണ്. അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ലിമിറ്റഡ് ടൈമിനകത്ത് എങ്ങനെ നമുക്ക് പലതും ചെയ്യാം, ടാക്കിൾ ചെയ്യാം എന്നുള്ളതായിരുന്നു ഒരു വലിയ എന്താ പറയുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. പിന്നത്തെ ഇതുപോലെ തന്നെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്കൊരു ആംബുലൻസ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് സീനുണ്ട്. അപ്പോൾ ഈ ആംബുലൻസിനകത്ത് നിറയെ ആൾക്കാരുണ്ട്, പ്ലസ് അതിന് ഒപ്പം ഞങ്ങൾക്കൊരു എന്താ പറയുക വലിയൊരു പെട്ടിയും അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ ക്യാമറയായിട്ട് കയറിക്കഴിഞ്ഞാൽ എന്താ പറയുക ഞാനും ഫോക്കസ് പുള്ളറും കൂടെ തന്നെ ഞെരുങ്ങി ഒരാളുടെ മടിയിലിരിക്കുന്ന അവസ്ഥയാണ്. അത്ര സ്പേസേ അതിനകത്തുള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും, അതിനകത്തും ആ ഒരു ഇൻട്രസ്റ്റ് ഫാക്ടർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതൊക്കെയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിലും ഏറ്റവും ഉണ്ടായിരുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്നത് ഇതുപോലെ പെർഫോം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റിനെയാണ്. ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇവരിൽ പലരെയും ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഈ 5 പേരോ 4 പേരോ ഉണ്ടെങ്കിൽ
ഒരാളൊരു ഡയലോഗ് പറയുന്നതിനിടയിൽ അടുത്തൊരാൾ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ടാവും ഇതിന്. ഇത് കട്ട് ചെയ്ത് പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ടോട്ടാലിറ്റിക്ക് അത്ര സുഖമായിരിക്കില്ല. അപ്പം അതുകൊണ്ട് ഇവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫ്രെയിം ചെയ്യണം. അതൊരു ഇൻ എ വേ ചാലഞ്ചുമാണ്, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ. സോ സാർ ഒരു എഡിറ്റർ മാത്രമല്ലല്ലോ, ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡറും കൂടിയാണല്ലോ. അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ സംവിധാനം ബ്ലസ്സി സാർ ഡയറക്റ്റ് ചെയ്ത ഒരു ഡോക്യു ഫിലിമാണ്. അതൊരു ബിഷപ്പിനെ പറ്റിയിട്ടാണ്. ഒരു അദ്ദേഹം കുറച്ച് വർഷങ്ങൾ 2-3 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു. ആള് 100 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത ഒരു ബയോഗ്രഫി ഫിലിമാണ്. അപ്പോൾ അതിന് നമ്മൾ 100 വിശിഷ്ടാതിഥികളുമായിട്ടുള്ള ഇൻ്റർവ്യൂ എടുത്തു. റൈറ്റ് ഫ്രം നരേന്ദ്രമോദി, സോണിയാഗാന്ധി, മമ്മൂട്ടി, മോഹൻലാൽ. അത് 100ാം പിറന്നാളായതുകൊണ്ട് 100 പേരുമായിട്ടുള്ള ഇൻ്റർവ്യൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബയോ ഫിലിം, പുള്ളിയുടെ ഒരു ജീവചരിത്രം എഴുതുന്നൊരു ഫിലിം. പിന്നെ അങ്ങനെ ഒരു 3-4 സെഷൻസായിട്ടാണ് ഇത് ചെയ്തത്. അത് ബ്ലസ്സി സാറാണ് ഡയറക്റ്റ് ചെയ്തത്. ഞാൻ ആ പ്രൊജക്റ്റ് തൊട്ട് അതിന് മുന്നേ ഞാനൊരു ചെറിയൊരു ഡോക്യു ചെയ്തിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ സാറുമായിട്ട് അന്ന് ഹരിയാണ് ക്യാമറ ചെയ്തതും. സാറുമായിട്ട് അങ്ങനെ കണ്ടു. സാർ എന്നെ ആ വർക്ക് കാണിച്ചു. സാറിന് ഇഷ്ടപ്പെട്ടപ്പോൾ സാറിനോട് പറഞ്ഞിരുന്നത്, അതായത് ഇങ്ങനൊരു ഫിലിം വരുന്നുണ്ട്, ഒരു ബയോ ഫിലിമാണ്. അപ്പോൾ പുള്ളി സാറപ്പം കളിമണ്ണ് ചെയ്ത് ഇരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ അതിൻ്റെ എഡിറ്ററും സൗണ്ട് റെക്കോർഡിസ്റ്റുമായിട്ടാണ് അതിൽ വർക്ക് ചെയ്തിരുന്നത്. അതിതുപോലെ സൗണ്ട് റെക്കോർഡിസ്റ്റും കൂടി ആയതുകൊണ്ട് ഈ ലൊക്കേഷനിലൊക്കെ പോവുകയും പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഉൾപ്പെടെ എല്ലാവർക്കും മൈക്ക് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റി. അതോടുകൂടി, കാരണം അതൊരു വലിയ കാര്യമാണ്. നമ്മൾ പുള്ളിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്കൊരു വിറയലുണ്ടാവും. പക്ഷേ അങ്ങനെ ആർക്കും പറ്റുന്നൊരു പരിപാടിയല്ലത്. അപ്പോൾ ചെന്ന് മൈക്കൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ്. അതെ, അപ്പം അങ്ങനെ 148 മണിക്കൂറായിരുന്നു അതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്. അത് അത്രയും വലിയൊരു ഫിലിം ലോകത്തിലെ ആദ്യത്തെ വർക്കാണ്. അത് ബ്ലസ് സാറ് ഡയറക്റ്റ് ചെയ്തു. സതീഷ് കുറുപ്പ് എന്നൊരു ക്യാമറമാനാണ് ചെയ്തിരിക്കുന്നത്. എം ജയചന്ദ്രൻ സാറ്, സ്റ്റീഫൻ ദേവസി അങ്ങനെയുള്ളവരാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ഓക്കെ, അപ്പം നിങ്ങളൊരു ക്രിയേറ്റീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫിലിമിനെ എങ്ങനെയാണ് നിങ്ങളൊരു പിക്ചറൈസ് ചെയ്യുന്നത്? ഒരു ക്രിയേറ്റീവ് ടാലൻസ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ആക്ടേഴ്സ് ഓക്കെ, നിങ്ങൾ ടെക്നിക്കലി ഭാഗം ഹാൻഡിൽ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫിലിമിന് അങ്ങനെ എങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്? ധീരനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് ടെക്നിക്കലി? ഇനിഷ്യലി നമ്മൾ ആദ്യം കഥ കേൾക്കുമ്പോൾ 3 പേർക്കും, അത് 3 നല്ല കേൾക്കുന്ന എല്ലാവർക്കും പല പല സ്കെയിലും പല പല ക്യാൻവാസിലുമായിരിക്കും ഇത് വരുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ഡയറക്ടറുടെ വ്യൂ എന്താണെന്ന് നമ്മൾ ആദ്യം കേൾക്കേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് അതിനകത്ത് അഡീഷൻസ് കൊടുക്കാം എന്നുള്ളതാണ്. നമുക്ക് പല രീതിയിലും അഡീഷൻസ് കൊടുക്കാം. അത് മേജർ അഡീഷൻസും ആകാം, ചെറിയ അഡീഷൻസും ആകാം. ഇപ്പം എനിക്ക് ചെയ്യാൻ, ഇപ്പം ആസ് എൻ എഡിറ്റർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡയറക്ടർ എനിക്ക് ചെയ്യാവുന്ന അഡീഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേസിങ്, അല്ലെങ്കിൽ നമുക്ക് ഈ സീൻ നമുക്ക് വേണമെങ്കിൽ അടുത്ത സീനായിട്ട് വേണമെങ്കിൽ ക്ലബ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും വലിയ സീനുകൾ നമുക്ക് വേണമെങ്കിൽ അതൊരു സോങ്ങിനകത്ത് വേണമെങ്കിൽ തീർക്കാം, അല്ലെങ്കിൽ അതൊരു മോണ്ടാജിലേക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ, അതില്ലെങ്കിലും ഇത് ടോട്ടാലിറ്റി ഓക്കെയാണ്. ഇതൊക്കെയാണ് എനിക്ക് ഒരു ഒറ്റ തിങ്കിങ്ങിൽ വരുന്ന ചിന്തകൾ. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനകത്ത് ഒരു സ്ക്രിപ്റ്റിൽ കൊടുക്കാവുന്ന ഒരു സജഷൻസ്. അല്ല, ഈവൻ കാസ്റ്റിങ്ങിൽ പോലും നമുക്ക് സജഷൻസ് പറയാം. അത് ഇയാൾ വേണോ, അല്ലെങ്കിൽ മറ്റൊരാളെ ട്രൈ ചെയ്തുകൂടെ, എന്തും പറയാം. എങ്കിലും ഒരു ജോലി വെച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത്. ഹരി, ഇങ്ങനൊരു സിനിമയിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഒരു ആസ് എ സിനിമാറ്റോഗ്രാഫർ ഞാൻ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ സ്പേസുകൾ എന്തായിരിക്കണം, ടെറൈൻ എന്തായിരിക്കണം, അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരുപാട് ആളുകളെ ഒരുമിച്ച് നിർത്തുന്ന ഫ്രെയിമുകളാണ് ഇതിനകത്ത് വരുന്നത്. അത് എങ്ങനെ ഫ്രെയിം ചെയ്യണം? കാരണം ഇപ്പോൾ ഒരു 1-on-1 കോമഡി ചെയ്യുന്ന പോലെയല്ല ഇത്രയും പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ. ഇതൊരു ഭയങ്കര വ്യത്യാസമുള്ളൊരു കാര്യമാണ്. 1-on-1 കോമഡി ഷൂട്ട് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്, പറയുന്ന പോലെ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് മറ്റൊരു രീതിയുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഡിസ്കവർ ചെയ്യാന്ന് പറയുന്നതും ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ധീരൻ പൊതുവെ ഫ്രെയിം ചെയ്യുമ്പോഴും ഞങ്ങൾ ഇതിനെ ബിഗ് സ്ക്രീനിലേക്ക് വേണ്ടി തന്നെ എയിം ചെയ്യുക എന്ന് പറയുന്നത് അത് ആദ്യം തൊട്ടേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഇതെങ്ങനെയായിരിക്കും,
അതിനു വേണ്ടിയാണിത് ഫ്രെയിം ചെയ്തേക്കുന്നതും അല്ലെങ്കിൽ ഇത്രയും പേരെയും നിർത്തിയേക്കുന്നതും എല്ലാം. അതാണ് പൊതുവെ ധീരന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ്. അതെ, അപ്പോൾ നമ്മളിപ്പം പബ്ലിക് റിവ്യൂസ് എടുക്കുക നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി വൈബിൽ പോകുന്നു, ആൻഡ് ക്ലൈമാക്സ് വന്നിട്ടൊരു പ്രിയദർശൻ മോഡൽ ക്ലൈമാക്സ് എന്ന് കേട്ടു. സോ അത് എങ്ങനെയാണ്, അതിനെ പറ്റി എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യുമോ എക്സ്പീരിയൻസ്? അതൊരു എന്താ പറയുക, പ്രിയൻ സാറൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സൈഡിലെ ഒരു മാസ്റ്റേഴ്സാണ് ആ ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷനിൽ. അവരെല്ലാം കണ്ടു വളർന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ നോക്കിയേക്കുന്നത്. അപ്പോൾ പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു ടൈം കൺസ്ട്രെയിനുകൾ ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്കതിൽ മാക്സിമം എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ അതിൽ ഈ പറയുന്ന പോലെ അപ്പോൾ നമുക്കറിയാം ഒരാളെങ്ങനെ മൂവ് ചെയ്യണം. പിന്നെ ഈ പ്ലസ് ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഇവർക്ക് ഈ പറഞ്ഞ മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ശീലമുണ്ട്. അപ്പം അതുകൊണ്ട് പല കാര്യങ്ങളും അവരിൽ നിന്ന് കിട്ടും. അപ്പോൾ ഓൺ ദ ഗോ ഞങ്ങൾക്കിതൊരു ലേണിംഗ് കൂടെയായിരുന്നു. കാരണം ഇതുപോലെ നമുക്കെന്താ പറയുക, ആ ഒരു ജോണറിനെ നമുക്ക് ഒരിക്കലും ഇടയ്ക്കിടയ്ക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ഞങ്ങൾക്ക് ഓൺ ദ ഗോ ഒരു ലേണിംഗ് കൂടെയായിരുന്നു ആക്ച്വലി. അപ്പോൾ മൂവിയിലൊരു ഗ്രിപ്പിംഗ് സീൻ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ ഷൂട്ടുണ്ടായി, സീൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തോ, എന്തൊക്കെയായിരുന്നു? ഒരു ഡാമിന് മേലെ നിന്നും ചാടുന്നൊരു സീക്വൻസാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നതും അത്ര ഈസിയാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് ഒരു ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിലാണ്. എന്നാൽ അതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നോ ബാക്കിലേക്കൊക്കെ നീങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പറ്റില്ല. അപ്പോൾ ഒരു ലിമിറ്റഡ് സ്പേസ് തന്നെയാണ് നമുക്കുള്ളത്. എന്നാൽ അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അവരെ മൂവ് ചെയ്യിപ്പിക്കണം, ചാടിക്കണം, അതെല്ലാം. എന്നാൽ ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ നമുക്കവിടെ ലൈറ്റ് വയ്ക്കാൻ പറ്റില്ല, വേറൊരു സാധനം കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു തേനീച്ചക്കൂടുണ്ട്, അതെപ്പോൾ വേണേലും ഇളകും. ഇതെല്ലാം ടൈം കൺസ്ട്രെയിനും ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു ടീം വർക്ക് എന്ന് തന്നെയാണ് പറയുക. ഇപ്പോൾ ദേവദത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു. അത് അയാൾ മുകളിൽ കയറിക്കഴിഞ്ഞാൽ ഒരു ഒന്ന് പെട്ടുപോകുന്ന പോയിന്റിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അയാൾ സ്റ്റെപ്പ് വയ്ക്കുന്നത് എന്നെല്ലാം ഇത് ദേഹത്തെ എനാക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എനാക്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്കും അത് എളുപ്പമാണ്, അതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതെല്ലാം. അത് കഴിഞ്ഞ് പിന്നെ വെള്ളത്തിലേക്ക് ചാടുന്ന യഥാർത്ഥത്തിൽ ഒരു ചാട്ടം തന്നെയാണ് വെള്ളത്തിലേക്ക് ചാടിയേക്കുന്നത് അവിടെ ഡാമിൽ. പക്ഷേ അണ്ടർ വാട്ടർ ഞങ്ങൾ വേറെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് പിന്നീട് ഷൂട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തതാണ്. അണ്ടർ വാട്ടർ ഷൂട്ടുകളൊന്നും ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പൊതുവെ ഒരു അണ്ടർ വാട്ടർ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്രോപ്പർ എന്താ പറയുക സൺലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. സർ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഡോക്യുമെൻ്ററിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അത് ഫിലിമിലോട്ട് വരുമ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? രണ്ട് അപ്രോച്ചാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫിലിമിലോട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനത് സ്പെസിഫിക്കലി ഞാൻ ഡോക്യുമെൻ്ററിയിലേക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞത് ഡോക്യുമെൻ്ററി മാത്രമല്ല, എല്ലാ വർക്കുകളും നമ്മൾക്ക് ഇൻ എ വേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്കുകൾ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വെഡ്ഡിങ്സ് വരെ ചെയ്തിട്ടുണ്ട്, കല്യാണങ്ങൾ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഗുണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നല്ല മൊമെൻറ്റ് ഞങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം കല്യാണങ്ങൾക്ക് റീടേക്ക് ഇല്ല, അത് പോയാൽ പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക്, ഞാൻ പറയുന്നത് ഈ നമുക്ക് സ്ഥിരം അറിയാവുന്ന മൊമെൻറ്റുകളല്ല. ഇപ്പോൾ താലി കിട്ടതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഓക്കെ ഇന്ന ആൾ, ഓക്കെ പുള്ളിക്കാരുടെ അപ്പനെ ഇപ്പോൾ കരയും എന്നൊക്കെ ഞങ്ങൾക്കൊരു 5 സെക്കൻഡ് മുന്നേ കിട്ടുന്ന സാധനമാണ് ഈ ആൻറ്റിസിപ്പേറ്റ്. ഇത് നമുക്ക് പല രീതികളിലും നമുക്കിത് ഹെൽപ്ഫുൾ ആകും. അത് സിനിമയിലേക്ക് വരുമ്പോൾ വേറെ രീതിയിൽ അത് ഹെൽപ്ഫുൾ ആകും. ഇനി അത് ഡോക്യുമെൻ്ററിയിലേക്ക് വരുമ്പം എനിക്ക് പേഴ്സണലി എഡിറ്റ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഡോക്യുമെൻ്ററി എന്നത്. കാരണം അത് കംപ്ലീറ്റ്ലി എഡിറ്റേബിളിൽ നടക്കുന്ന ഒരു ടെല്ലിംഗ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബാക്കി എല്ലാത്തിനും ഒരു പ്രോപ്പർ റിട്ടൺ സ്ക്രിപ്റ്റ് ഉണ്ട്. ഡോക്യുമെൻ്ററിക്ക് ഒരു റിട്ടൺ സാധനം ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ഔട്ട് കംപ്ലീറ്റ്ലി ടേബിളിലാണ്.
ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പിന്നെ നമ്മൾ മറ്റ് പല കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾക്ക് നമുക്ക് ഡോക്യുമെൻ്ററികൾ പലപ്പോഴും വരുന്ന നല്ല ഡോക്യുമെൻ്ററീസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഡോക്യുമെൻ്ററികളിൽ ഉണ്ടാകുന്നത് ഭയങ്കര റോ ആയിട്ടുള്ള ഇമോഷൻസാണ്, അഭിനയമല്ല. അപ്പം ആ റോനെസ്, അത് ടോട്ടാലിറ്റി, അത് പിക്ചറിലും അവരുടെ പെർഫോമൻസിലും ഒക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സംഭവം എവിടെങ്കിലും ഇപ്പം ഈ ധീരൻ പോലൊരു സിനിമയിലൊരു ഡോക്യു സ്റ്റൈല് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് മറ്റ് പല സിനിമകളിലും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ഡോക്യു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ചില സിനിമകളിൽ ആ ഡോക്യു സ്റ്റൈൽ നമുക്ക് ഭയങ്കരമായിട്ട് വർക്കാകും, അത് ഭയങ്കര ലൈവായിട്ടിരിക്കും ചില മൊമെൻറ്റുകളൊക്കെ. അത് എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. ഞാനും ഒരു ഡോക്യു സ്റ്റൈൽ ഒരു ഫിലിം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഹ്യൂമർ ഫിലിം ചൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഒരു കാറ്റഗറി ആണല്ലോ അത്. അപ്പോൾ അങ്ങനെ ഹ്യൂമർ ഫിലിംസിന് എങ്ങനെയാണ് ആസ് എ സിനിമറ്റോഗ്രാഫർ, ആസ് എ എഡിറ്റർ അപ്രോച്ച് വരുന്നത്? ഹ്യൂമർ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ഹ്യൂമറാണെന്നുണ്ടെങ്കിലും നമ്മൾക്കതിനെ ട്രീറ്റ് ചെയ്യുന്നത് പല രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഹ്യൂമറിനെ തന്നെ എന്താ പറയുക, ഏത് രീതിയിൽ അതിനെ അവതരിപ്പിക്കണം എന്നുള്ളത് ഒരു എന്താ പറയുക, നമുക്ക് സംവിധായകൻ്റെ അടുത്തുനിന്ന് തന്നെ നമുക്കൊരു നിർദ്ദേശം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിനൊരു ഇത്തിരി സട്ടിൽ ആയിട്ട് നിന്ന് തന്നെ ആളുകളിലേക്ക് എത്തിച്ചാൽ മതിയോ, അല്ലെങ്കിൽ കുറച്ച് അലാമിങ് ആയിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ അതിനും മേലെ ഒരു ഭയങ്കര ഓവർ ദ ടോപ്പായിട്ട് ചെയ്യണോ എന്നൊക്കെയുള്ളത് പലപ്പോഴും എന്താ പറയുക ഒരു സംവിധായകനും കൂടെ ആയിട്ടുള്ള ആദ്യ ചർച്ചയിൽ തന്നെ ഉണ്ടാകുന്നത്. കാരണം ഒരു ഹ്യൂമർ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചിരി വരും, നമ്മളിത് മനസ്സിൽ കാണുന്നത് വേറൊരു രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ ഇതിനെ എന്താ പറയുക, നമുക്ക് ഗ്രൗണ്ടഡ് ആയ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സാജറേഷൻ വെച്ച്, കാരണം പൊതുവെ ഫ്രെയിം ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതലും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഒന്ന് നമുക്കൊരു എന്താ പറയുക, ഇതിനൊരു ക്യാപ്ചറിങ് എന്ന് പറയുന്ന ഒരു സൈഡിൽ നിന്ന് നമുക്കിതിനെ കാണാം. കാരണം അവിടെ സംഭവം നടക്കുന്നുണ്ട്, നമ്മളതിനെ ഒരു വശത്ത് നിന്ന് ക്യാപ്ചർ ചെയ്യുന്നു. ഒന്നിനെ നമുക്ക് ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റ് ആൻഡ് പെർഫോമൻസ് അവിടെ നടക്കുന്നുണ്ട്, നമ്മളതിനെ എക്സാജറേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഷൂട്ട് ചെയ്യുന്നു. അവർക്കൊപ്പം നിന്നോ അവരുടെ ഇടയിൽ നിന്നോ എല്ലാം ചെയ്യുന്നു. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് എന്താ പറയുക, അതിനെ നമ്മുടെ ഫ്രെയിമുകളിലൂടെ തന്നെ കൂടുതൽ എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യും. അങ്ങനെ പല രീതിയിലും ഒരു ഹ്യൂമറിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ, ധീരനിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് ഉപയോഗിച്ചേക്കുന്നത് ബി ദെയർ ആൻഡ് ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പലപ്പോഴും ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. നമുക്കറിയാവുന്ന ആളുകൾ അവിടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് പലപ്പോഴും എന്താ പറയുക ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യവും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞ് വന്നതും അതാണ്. കാരണം നമ്മളവിടെ ഉണ്ട്, അവർക്കൊപ്പമുണ്ട്, ഇത് നമ്മൾ അറിയുന്നു എന്നുള്ളത്. എന്നാൽ ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് പലയിടത്തേക്ക് എത്തുമ്പോൾ നമ്മളിതിനെ ഒരു അല്പം എക്സാജറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങി നിന്ന് കുറച്ചുകൂടെ എന്താ പറയുക വൈഡർ ലെൻസുകളൊക്കെ ആയിട്ട് ഇവരുടെ അടുത്തേക്ക് കയറി നിൽക്കുന്ന അപ്രോച്ചുകളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമർ വരുമ്പോൾ എപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരുന്നത് ആ ഹ്യൂമർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഇത് മനസ്സിലാക്കാനുമാണ്. കാരണം പലരും വളരെ ഗ്രൗണ്ടഡായി നിൽക്കേണ്ട കാര്യങ്ങളെ എക്സാജറേഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കും. പലരെയും വിചാരിക്കുന്ന ആ എക്സാജറേഷൻ ഉപയോഗിച്ചാലേ ഹ്യൂമർ വർക്കാവുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ചില സമയത്ത് അത് എന്താ, നമ്മൾ ചില ഇതുകൾ കണ്ടിട്ട് അതൊരിത്തിരി ഓവറായില്ലേ എന്ന് ചോദിക്കും. അത് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ മുമ്പേ എടുക്കുന്ന തീരുമാനമാണ്. കുറച്ചുകൂടെ എന്താ പറയുക, ചില സിറ്റുവേഷൻസ് അത് ഡിമാൻഡ് ചെയ്യും. ചിലത് എന്താ പറയുക, അത് ഇൻ പേപ്പർ റൈറ്റിങ്ങിൽ നമുക്കറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആ ക്യാരക്ടറിനെ പെർഫോം ചെയ്ത് വരുമ്പോൾ എല്ലാം നമുക്കറിയാൻ പറ്റും. പക്ഷേ ഏറെക്കുറെ ഇതും നമുക്കൊരു മുമ്പേ ഒരു പ്രീ പ്ലാൻ ഉണ്ടാവും, അതിനെ എത്രത്തോളം എക്സാജറേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യൂ ഓഡിയൻസിന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയോ എന്നൊക്കെ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് പൊതുവേ ഹ്യൂമറിനെ ട്രീറ്റ് ചെയ്യുക. കാരണം ഇടയ്ക്ക് എന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഷൂട്ട് ചെയ്തതാണ് എൻ്റെ എക്സ്പീരിയൻസ് കൂടുതലും വരുന്നത്. അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പലരെയും, ഇപ്പോൾ വേണു സാറിനെയും ജോൺ ടി ജോണിനെയും അല്ലെങ്കിൽ ഗിരീഷ് ഗംഗാറിനെയും ഒക്കെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ പേഴ്സണൽ കൂടുതൽ എക്സ്പീരിയൻസ് ഒരു 10-25ഓളം എങ്കിലും ഷോർട്ട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലതിൽ വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കോമഡി ചെയ്തിട്ടുണ്ട്.
അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് പോകുന്നതും പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എങ്കിലും ഇപ്പോൾ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു ആദ്യ പകുതിയിൽ കുറച്ചുകൂടെ അതിനെ ഒതുക്കി നിർത്തുന്ന, നമുക്ക് പരിചയമുള്ള ഒരു സ്പേസിൽ നടക്കുന്ന കുറേ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു തീരുമാനമായിരുന്നു. പിന്നീട് പോകുന്തോറും അതിലുള്ള മാറ്റങ്ങളും വരുത്തി പോയി എന്നുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എഡിറ്റിംഗ് പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂഷ്വലി എല്ലാവരും നോർമലി എഡിറ്റിംഗ് ചെയ്യുന്നവരാണ്, അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലും. അപ്പോൾ ഈ ധീരൻ എന്നുള്ള ഫിലിമിൽ നിങ്ങൾ യുണീക്കായിട്ട് നിങ്ങളൊരു യുണീക്ക്നെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ പറ്റി എന്താ പറയുക, നിങ്ങൾ യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഫാക്ടർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ സീൻസിലാവാം, അങ്ങനെ ഒരു യുണീക്ക്നെസ് തോന്നുന്ന എന്താണ് ഒരു എലമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുമോ? ഇപ്പം ഇത് ഒരു വെറും ഹ്യൂമറിനേക്കാളും മേലെ ഇതിന് പല സീനുകളിലും ഇതിനൊരു ഡാർക്ക് ഹ്യൂമർ സ്വഭാവമുണ്ട്. അതായത് ഹ്യൂമർ നടക്കുന്ന ഏരിയയിൽ അവർക്ക് ഭീഷണിയുള്ള അല്ലെങ്കിൽ അവർക്ക് ഭീകരമായ എന്തോ ഒരു സീൻ നടക്കുന്നതിനിടയിലാണ് ഈ ഹ്യൂമർ വർക്ക് ചെയ്യുന്നത്. അത് അത്തരം മലയാളത്തിൽ അങ്ങനെ അത്തരം സിനിമകൾ അധികം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതിലൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് അതിന്. എനിക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇവരൊരു പർപ്പസിന് വേണ്ടി ഫാക്ടറിയിലേക്ക് വരികയും അവിടെ ഒരു കോമ്പൻസേഷൻ്റെ നെഗോസിയേഷൻ നടക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് ഈ മുന്നേ ഹരി പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പേസിങ് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ഹ്യൂമറുകളെല്ലാം തന്നെ വളരെ സ്ലോ പേസാണ്, പെർഫോമൻസ് ബേസ്ഡ് ആണ്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ സേഫായിട്ടുള്ളൊരു പേസിങ് ആണ്. അത് ഡിമാൻഡ് ചെയ്യുന്ന നാട്ടിലങ്ങനെ അത് ഡിമാൻഡ് ചെയ്തു അങ്ങനെ പോയി. ഞാൻ പിന്നീട് പറഞ്ഞത് ഒരു ആംബുലൻസിലേക്ക് കയറി ആംബുലൻസ് മൂവ് ചെയ്യുന്നതിനൊപ്പമാണ് നമ്മളതിൻ്റെ പേസിങ് കൂട്ടി വന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് ഗിയർ ഷിഫ്റ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു മൂന്നാമത്തെ ഗിയർ നമ്മൾ ഇൻ്റർവെല്ലിൽ കൊണ്ടിട്ടു. പിന്നീട് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഫാക്ടറി ആ ടെറൈനൊക്കെ മാറി ഫാക്ടറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിത്തിരി ഒന്ന് എക്സൈറേറ്റ് ചെയ്യേണ്ടി വരും. അതിന് പല ഷോട്ടുകളുടെ ആവശ്യം വരും, അതിൻ്റെ പേസിങ്ങും മാറണം. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല ഡയലോഗുകൾക്കും പല ചെറിയ സ്പെഷ്യൽ സാധനങ്ങൾക്കും ഒക്കെ അതിന് കട്ട്സ് വന്നിട്ടുണ്ട്. അതൊരു ആ ഏരിയയിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ ശരിക്കും എനിക്ക് ഓഡിയൻസിൽ നിന്നും എനിക്ക് ആ വ്യത്യാസവും കിട്ടുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഇതൊരു ലേണിംഗ് ആണല്ലോ. അപ്പോൾ നമ്മളും ഇത് ഓക്കെ ഇന്നത് വരുമ്പോൾ അത് വർക്കാകും, ഇന്നത് ചെയ്യുമ്പോൾ ചിലപ്പോൾ വർക്കാകില്ല. ഈ ലേണിംഗ് ഒരു കാലത്തും തീരുന്നതല്ല. പിന്നെ ടോട്ടാലിറ്റിയിൽ ഇത് വളരെ ഗ്രാജുവലി ടുവേർഡ്സ് എൻഡൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫൈനൽ ഗിയറിലാണിത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നോർമലി ഈ മൂവിയുടെ പേസിങ് അങ്ങനെയാണ് പോയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓഡിയൻസിൻ്റെ അപ്രോച്ച്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവാം. അത് ഇങ്ങനെ ആയാൽ കൊള്ളായിരുന്നു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഓഡിയൻസിന് ലൈക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ഇതിനാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. അങ്ങനെയാണോ ഇത് അങ്ങനെ തന്നെയാണോ ഇത് പോയിരിക്കുന്നത്? ടു ബി ഓണസ്റ്റ്ലി ലൈക്ക് ബഹുജനം പലവിധം എന്നുള്ളതാണ്. ഇതിൽ കൂടുതലും ഒരു വളരെ മെച്യൂർഡായിട്ടുള്ള ജോക്സാണ്, വളരെ മെച്യൂർഡ് കോമഡികളുമാണ്. അത് പലതരം ആളുകളുണ്ടല്ലോ. ഇത് നമുക്ക് എല്ലാവർക്കും പലതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ എല്ലാവർക്കും എന്നുള്ളതല്ല, ഇതിൽ പലതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. ഇതിനകത്ത് കോമഡികളുടെ ഒരു പ്രത്യേകത ഇതാണ്, ഭയങ്കര മെച്യൂർഡായിട്ടുള്ള ജോക്സാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടെക്നീഷ്യൻസ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ ജനറലി ആണ്, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സെറ്റിൽ അത് ഓക്കെ ആയി, അപ്പോൾ എല്ലാവരും ചിരിക്കും. നിങ്ങൾക്ക് അത് എന്തായാലും തിയേറ്ററിൽ അടിപൊളി, അത് വർക്ക് ആവുമെന്ന് തോന്നിയിട്ട് ചിലപ്പോൾ അത് വർക്ക് ആവാണ്ടിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇത് ചിലപ്പോൾ വർക്ക് ആവത്തില്ലായിരുന്നു വിചാരിക്കുന്ന ആ ഒരു ഷോട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സീനായിരിക്കാം ആൾക്കാരത് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസോ, അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കല്യാണം ഒക്കെ ഷൂട്ട് ചെയ്തിട്ടെന്നു പറഞ്ഞു, വെഡ്ഡിങ്സൊക്കെ. അപ്പോൾ അന്ന് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അച്ഛൻ കരയുമായിരിക്കും, അപ്പോൾ ഫ്രെയിം ആയിട്ട് അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അച്ഛൻ കരഞ്ഞില്ല എന്ന് വരുമ്പോഴേക്കും നിങ്ങൾ അത് നടന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പം വെഡ്ഡിങ് എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പം അച്ഛൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും അൾട്ടിമേറ്റ്ലി ഇത്രേ സംഭവിക്കാനുള്ളൂ എന്ന് നമുക്കറിയാം. നമ്മളത് സിനിമയിലേക്ക് വരുമ്പം കുറച്ചുകൂടെ സീരിയസ് ആണത്. അപ്പം ആ ജഡ്ജ്മെൻറ്റ് പലയിടത്തും കൂടുതലും ജഡ്ജ്മെൻറ്റുകളും നമുക്ക് നന്നായിട്ടേ വന്നിട്ടുള്ളൂ. പലത് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളുടെ ജഡ്ജ്മെൻറ്റ് തീർച്ചയായിട്ടും തെറ്റിയിട്ടുണ്ട്. എന്നാൽ ആ തെറ്റായ ജഡ്ജ്മെൻറ്റുകൾ അന്ന് പഠിച്ച കാര്യം നമ്മൾ അടുത്തതിൽ ചെയ്താൽ അത് ഷുവർ ഷോട്ട് ഹിറ്റടിക്കണമെന്നില്ല. കാരണം ഇതിനൊരു അൽഗോരിതം ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു അൺസർട്ടനിറ്റിയാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഓർത്തെടുക്കാവുന്ന എനിക്ക് പെട്ടെന്ന് എടുക്കുന്നത്
ഇപ്പോൾ ആടുജീവിതം സിനിമയിൽ ഞാനതിൻ്റെ കോണ്ടൻറ്റ് ക്രിയേറ്ററും കോണ്ടൻറ്റ് എഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതിലൊരു സോങ് ഉണ്ട്, പെരിയോനെ റഹ്മാൻ എന്നൊരു സോങ് ഉണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്തത്. ആ സോങ്ങിൽ ഈ പറഞ്ഞ പോലെ ശരിക്കും ആ സോങ്ങിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓടി വന്ന് പൃഥ്വിരാജ് ഓടി, നജീബ് ഓടി വന്ന് മരുഭൂമിയുടെ മേലെ മുട്ടുകുത്തിയിട്ട് ഉമ്മാന്ന് വിളിക്കുന്നൊരു സീനുണ്ട്. ആ സോങ് ആ ഭാഗത്ത് ബ്രേക്കായി ഒരു 5-10 സെക്കൻഡ് ബ്രേക്കായിട്ടാണ് പിന്നീടാണ് എത്ര ദൂരത്തിലാണോ എന്നും പറഞ്ഞ ആ സോങ് തുടങ്ങുന്നത്. ശരിക്കും ആ മുട്ടുകുത്തി ഉമ്മാന്ന് വിളിക്കുന്നൊരു പ്ലാനിങ് ആ പാട്ടിലില്ല. ആ പാട്ട് ആസിറ്റീസ് അങ്ങനെയായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ബ്ലസ് സാറിന് തോന്നിയൊരു ആശയമാണ് നമുക്ക് ഈ പാട്ടൊന്ന് ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡിലീറ്റഡ് സീൻസിൽ നജീബ് ഓടി വന്ന് മരുഭൂമിയിൽ കുത്തി ഉമ്മ എന്ന് വിളിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെക്കുന്നതിന് മുന്നേ ആദ്യം ഒരു ചർച്ച ഉണ്ടാവില്ല. ഇപ്പോൾ ചർച്ചയിൽ ഞാൻ ഒരു രീതിയിലും അംഗീകരിക്കുന്നില്ല, സാറേ അത് ശരിയാവുമോ, സാറ് പറഞ്ഞു വെച്ച് നോക്കുക. അപ്പോൾ ആ ഒരു സംസാരം ഉണ്ടല്ലോ. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഒരു രീതിയിലും എനിക്കിത് കിട്ടുന്നില്ല. പക്ഷേ സാറിൻ്റെ എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലാണ് ഈ ബീറ്റിൽ ഇത് കട്ട് ചെയ്തിട്ട് ഒരു ഡിലീറ്റഡ് സീനാണ്. പടത്തിൽ ആ സീനില്ല. രാജുവേട്ടൻ ഓടി വന്ന് മരുഭൂമിയുടെ മേലെ കുത്തിയിരുന്നിട്ട് ഉമ്മാന്ന് വിളിക്കും. ശരിക്കും ആ ഉമ്മാന്ന് വിളിച്ചിരിക്കുന്നത് ഞാനാണ്. അതായത് ഞാനൊരു റെഫറൻസ് ഇടാൻ വേണ്ടി ഞാൻ വെറുതെ ലാപ്ടോപ്പിൽ ഉമ്മാന്ന് വിളിച്ചു. അത് പലരെയും കാണിച്ചപ്പോൾ പലർക്കും വർക്കായി. എനിക്ക് അത്ര വർക്കായില്ല. എനിക്ക് എപ്പോഴും വർക്കായി വരുന്നേ ഉള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ഭയങ്കര വർക്കാണ് ആ സാധനം, ഉമ്മാന്ന് വിളിക്കുന്നത്. പിന്നീട് ആ ഉമ്മാന്ന് വിളി പോലും ഡബ് ചെയ്യാൻ പോലും മറന്നുപോയി. ഇപ്പോഴും ആ പാട്ടിൽ ഉമ്മാന്ന് വിളിച്ചിരിക്കുന്നത് ഞാനാണ്. അപ്പം ആ ഒരു കുഞ്ഞു പീസ് എൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രശ്നമായിരുന്നു. അത് ബ്ലസ്സാറിൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കും, ഓർമ്മയുണ്ടോ ജോർജ്, അത് അന്ന് ജോർജ് വേണ്ടെന്ന് പറഞ്ഞതല്ലേ. അത് നമ്മളുടെ ഗ്രോത്താണ്. അത് നമ്മൾ മനസ്സിലാക്കി ഈഗോ ഇല്ലാതെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് അവിടെ ലേണിംഗ് ഉണ്ടാകുന്നത്. അതെ, സാറിന് അങ്ങനത്തെ എക്സ്പീരിയൻസോ ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടായി? അല്ല, നമ്മൾ ചിന്തിക്കുന്നത് മാറിപ്പോയത് എന്താ പറയുക, ഇടയ്ക്ക് സംഭവിക്കാറുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന പോലെ പോകാറുണ്ട്. പക്ഷേ എങ്കിലും ഇതാ ഈ പറയുന്ന പോലെ ഈ മീഡിയത്തിൻ്റെ ഒരു മാജിക്കാണത്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇരിക്കുമ്പോഴോ ചിന്തിക്കുന്ന ഒന്നായിരിക്കില്ല ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന റിയാക്ഷൻ. അത് എന്താ പറയുക, ഓഡിയൻസ് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ എന്താ പറയുക, പണ്ട് നമ്മൾ കണ്ട ഒരു ഓഡിയൻ അല്ല ഇപ്പോൾ കാണാൻ പോകുന്നത്, ഇന്നുള്ള ഒരാളല്ല നാളെ. അവരെല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പലതും വർക്കാവാതെ അല്ലാതെ തന്നെ ഈ പലപ്പോഴും എന്താ പറയുക, പലതും ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്താലും വർക്കാവില്ല, വെറുതെ വേണം ഷൂട്ട് ചെയ്യണം, അങ്ങനെ ചോദിക്കുന്ന പല ഇതുകളുമുണ്ട്. അപ്പോൾ പലപ്പോഴും ഇല്ല അത് വേണം എന്നൊക്കെ പറഞ്ഞ് പലരും എന്താ ഡയറക്ടേഴ്സൊക്കെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഇത് വന്നു കഴിയുമ്പോൾ വർക്കായി, അപ്പോൾ അത് വേണമായിരുന്നു. അതൊരു സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണത്. എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ജഡ്ജ്മെൻറ്റുകൾ മാറാം. അപ്പോൾ ആരും എന്താ പറയുക അൾട്ടിമേറ്റ് അല്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈവൻ സിനിമയിലേക്ക് വരുമ്പോഴും എല്ലാ സിനിമയും നല്ലതാണെന്ന് കരുതിയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വീകരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് വേറൊരു കാര്യമാണ്. ധീരനിൽ അങ്ങനത്തെ മൊമെന്റ്സോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ധീരനിൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു വിപ്ലവത്തെ പറ്റി പറയുന്നൊരു ഡയലോഗുണ്ട്. അതൊരു അവസാനവട്ട റൗണ്ടുകളിൽ പലവട്ടം നമുക്കത് തൂക്കാം, അത് വേണ്ട. അതെ, അത് ഈ പറയുന്ന പോലെ ഞാനും അത് വേണോ എന്നുള്ള സാധനം ഷൂട്ടിന് മുമ്പും ചോദിച്ചു. അതെ, ഒരു പോയിന്റിൽ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ തന്നെ പറഞ്ഞു അത് ഇല്ലെങ്കിലും ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് പേര് ആ ഡയലോഗിൽ തന്നെ അതിൻ്റെ ബ്യൂട്ടി പറയുന്നുണ്ട്. അത് സൂപ്പറായിരുന്നു ആ ഡയലോഗ്. അപ്പം അത് ഞങ്ങൾക്ക് ലേണിംഗ് ആണ്. നമ്മളൊരു 50-50 മൈൻഡിലാണ് നമ്മൾ അവസാനം അത് വെക്കുന്നത്. അത് ഓൾറെഡി ഉണ്ടായിരുന്നു, പിന്നെ അത് പല ട്രിമ്മിങ്ങുകളും പോയി തിരിച്ചു വന്നു, പോയി വന്നു. അതൊരു ലേണിംഗ് ആണ്. അങ്ങനെ പല മൊമെൻറ്റുകളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ധീരൻ സിനിമയിലെ രാജേഷിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു സിറ്റുവേഷൻ കൊണ്ട് ധീരനായി. അപ്പോൾ ട്രെയിലറിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, പണ്ട് ഞാൻ ധീരനായിരുന്നു, ഇപ്പോൾ ആർക്കും അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഫണ്ണായിട്ട്. അപ്പം അങ്ങനെ ധീരനായിട്ട് കാണിക്കുന്നതാണ് ഫിലിമിൽ. അപ്പം നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ധീരനായി അല്ലെങ്കിൽ ധീരനായിട്ടില്ലെങ്കിലും എങ്ങനെ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ? ഇപ്പോൾ എൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ 10-12 വർഷത്തിന് മേലെ സ്ട്രഗിൾ ചെയ്തു. നമുക്ക് കിട്ടുന്നൊരു ധീരതയുടെ പട്ടമാണ് ഇപ്പോൾ ഈ ചെയ്യുന്ന സിനിമ.
അതൊരു നല്ലൊരു കമേഴ്ഷ്യൽ സിനിമ ചെയ്തു, നല്ല ബാനറിൽ ചെയ്തു എന്നുള്ളതാണ്. പോകെ പോകെ രണ്ടാമത് പറഞ്ഞ വാക്കാകാതിരിക്കാനാണ് ഇനിയും നോക്കേണ്ടത്. അതെ, കാരണം വെച്ചാൽ ധീരനായിട്ടുള്ള പട്ടമൊന്നും എടുത്ത് പിടിച്ചിട്ടില്ല. പക്ഷെ ഈ 12 വർഷവും ഈ പറയുന്ന പോലെ ഞങ്ങളൊരു സിനിമാക്കാരനാണെന്നുള്ളൊരു പട്ടം ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നു. അത് കഴിഞ്ഞത് ഇപ്പോഴാണ് അത് റിയലൈസ് ആവുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇത്രയും കാലം ഞങ്ങൾ സ്വയം വിശ്വസിക്കേണ്ടിയിരുന്നു ഞങ്ങൾ സിനിമാക്കാരാന്നുള്ള കാര്യം. അങ്ങനെ ഒരു ഇപ്പൊ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ നമ്മള്. ഇപ്പൊ പൊതുവെ അങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ കുറച്ചുകൂടെ അത് കുറവുണ്ട്. അവിടെ കണ്ടുകൊണ്ടായിരിക്കും. പക്ഷേ അതിലുപരി എൻ്റെ ഒരു പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ തീരെ സംസാരിക്കാത്ത ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് മനുഷ്യനാണ്. ആ ഒരാൾ പൊതുവെ കുറച്ചുകൂടെ സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളുടെ എന്താ പറയുക, അതെനിക്കൊരു മുഖംമൂടിയാന്ന് ഞാൻ പറയും. ഇവരെല്ലാവരും ഈ പറഞ്ഞ വായിൽ കുത്തി എന്നെ സംസാരിപ്പിച്ചിരുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു പഠിക്കുമ്പം ഞങ്ങളായിരുന്നു ഏറ്റവും അടുത്ത്. അത് ഞങ്ങൾ ആദ്യം മിണ്ടാതെ ശത്രുതയിൽ നിന്നും സൗഹൃദത്തിലേക്ക് വന്നവരാണ്. പറയുന്നവര് തീരെ മിണ്ടാതെ അപ്പം ഞങ്ങൾക്കും മിണ്ടാതിരിക്കുന്നത് പക്ഷേ ഞാനും മൈൻഡ് ചെയ്തില്ല. പിന്നീട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. പിന്നെ ഞങ്ങൾ എത്ര വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ എൻ്റെ ആദ്യത്തെ ചെറിയ, അതായത് ഒന്നും അറിയാതെ പഠിക്കുന്ന കാലം തൊട്ടുള്ള ചെറിയ വർക്കുകളിൽ ഹരി ക്യാമറ ചെയ്തിട്ടുണ്ട്. ഹരി ക്യാമറ മാത്രമല്ല, അതിനകത്ത് എല്ലാ ഇൻപുട്സും തരുന്നു. അപ്പോൾ അതൊരു ഇതാണ്. അപ്പം അന്നേ അധികം മിണ്ടുന്ന ഒരാൾ. പക്ഷേ ഈ 12 വർഷം കൊണ്ട് ഇപ്പോൾ ഹരി ഒരുപാട് മാറി. അത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ ഒപ്പം തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ സെറ്റുകളിൽ ഉണ്ടാവുന്ന ഇൻസിഡൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ സിനിമയിൽ വരുന്നതിന് മുന്നേ സെറ്റുകളിൽ നിങ്ങൾ കൂടുതൽ ചിരിച്ച മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് എന്തൊക്കെയാണ്? ധീരനിലേക്ക് വരുമ്പോൾ ധീരനിലോട്ട് വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഒരു സെറ്റിലേക്ക് ചെന്നിട്ട് ഞങ്ങൾക്ക് തന്നെ ചിരി വന്നൊരിത് സുധീഷൻ്റെ ജോപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ളതാണ്. അതിൽ ഈ പറയുന്ന പോലെ ആ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണുന്നവർക്ക് അതൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സാധനങ്ങളുള്ളൊരു വീടാണ്. ആ വീട്ടിൽ ഇയാൾ മറ്റേ വാറ്റാനുള്ളതിൻ്റെ ഉള്ള സാധനം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റെത്ത് വെച്ചാണ് നോക്കുന്നത്. അത് എവിടെയോ ഏതോ ഡോക്ടറെ കാണാൻ പോയപ്പോൾ പുള്ളി അടിച്ച് മാറ്റിയിരിക്കുന്നതാണ്. അതുപോലെ പുള്ളി ഈ പറയുന്ന പോലെ മേത്തേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ എണ്ണ ഒഴിക്കുന്നത് ഒരു കുഞ്ഞുങ്ങളുടെ ഫീഡിംഗ് ബോട്ടിലാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അന്ന് അവിടെ ലൊക്കേഷനിൽ വന്ന് ഈ പ്രോപ്പുകൾ കണ്ടപ്പോഴാണ് കുറെ സാധനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേണം എന്നുള്ളത്. പക്ഷെ അത് അവിടെ ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ആട്ട് നോക്കിയിരുന്ന AD ഉണ്ട് ചാപ്പൻ. അപ്പോൾ ചാപ്പൻ കുറേ സാധനങ്ങൾ ഇന്നത് വേണമെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ വെപ്പിച്ചാണ്. അപ്പോൾ ഈവൻ ഈ കുപ്പി എടുക്കുന്നത് ഒരു ഇലക്ട്രിക് ബോക്സിൽ നിന്നാണ്. അതാണ് പുള്ളി ഒരു എന്താ പറയുക ഒരു അലമാരിയായിട്ട് ഉപയോഗിക്കുന്നത്. സർക്യൂട്ട് ബോർഡൊക്കെ വെക്കുന്ന അതിനകത്തു നിന്നാണ് ഇയാളുടെ അവിടുത്തെ ഒരു എന്താ പറയുക അലമാരിയായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു എന്താ പറയുക സോഫ്റ്റ് ഡ്രിങ്ക് ഇതിന്റെ കടയിലൊക്കെ ഇരിക്കുന്ന അതിലാണ് പുള്ളി തുണിയെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ വീടിനകത്ത് ഇയാൾ അവസാനം പോകുമ്പോൾ നമുക്ക് കാണാമെന്ന് വെച്ചാൽ പുള്ളി സ്വന്തം വീടിനകത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഭണ്ഡാരം വരെ അതും എവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും ആ ഭണ്ഡാരം നമ്മളതെല്ലാം ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിലും ഭണ്ഡാരം നമ്മൾ ലൊക്കേഷനിൽ കാണുമ്പോൾ എന്നാ പിന്നെ 10 രൂപ തന്നെ തിട്ടേരും. പുള്ളി എന്തായാലും മോഷ്ടിക്കാൻ പോവാം. പുള്ളി സ്വന്തമായിട്ട് എന്തായാലും പുള്ളിക്കാൻ കിട്ടുന്ന പൈസയാണ്. പുള്ളി തന്നെ ഇട്ടിട്ട് യേശുവേ കർത്താവേ. അങ്ങനെ പിന്നെ ആ റൂമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് പ്രോപ്പ് കണ്ട് ഞങ്ങൾ ചിരിച്ചു. അതായത് ഒരു ഏതോ ഒരു ഭദ്രകാളി പോലത്തെ ഒരു മുഖം ഉണ്ടായിരുന്നു, ഒരു സൈലൻസ് ഉണ്ടായിരുന്നു. ഈ വോൾവോ ബസിന്റെ മിറർ ആ മിററൊക്കെ എന്തിനാണ് അയാൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഹെൽമെറ്റ്, ഒരു വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ്, അങ്ങനെ പല വസ്തുക്കളും അതിനകത്തുണ്ടായിരുന്നു. ഇത് ഏറ്റവും അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു സീന്. ഇയാൾ ആ വീട് ലോക്ക് ചെയ്യുന്നത് പോലും ഒരു പഴയ എന്താ പറയുക സൈക്കിളിന്റെ പൂട്ടില്ലേ ഇങ്ങനെ മറ്റേ അത് വെച്ചിട്ടാണ് പുള്ളി ഇതുപോലെ ഏതോ സൈക്കിൾ മോട്ടിച്ചോണ്ട് വന്നിട്ട് പുള്ളി അത് പടത്തിലില്ല. അത് പുള്ളി മൊത്തത്തിൽ ഇതുപോലെ എന്താ പറയുക ഒരു അന്യന്റെ വസ്തു കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അത് ആ ഒരു വീട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു ആ സെറ്റ് ചെയ്തേക്കുന്നതെല്ലാം കാണാം. അപ്പൊ അത് കണ്ടു തന്നെ ഇപ്പൊ അകത്തേക്ക് കയറിയിട്ട് ഓരോരുത്തരും ഇത് കണ്ടോ നോക്കി ചിരിക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ആള് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത്, അതാണ് ഞാൻ പറഞ്ഞ ഈ വോൾവോയുടെ ഒക്കെ ബസ്സിന്റെ ഒക്കെ മിററൊക്കെ
അയാൾ അത് അടിച്ചോണ്ട് വരണമെങ്കിൽ ഏത് സാഹചര്യത്തിലായിരിക്കും അയാൾ കൊണ്ടുവന്നാണ് ഞാൻ പിന്നെ ആലോചിച്ചത്. ഓക്കെ. അപ്പോൾ ക്ലൈമാക്സ് സീനിലായാലും കുറേ ഹ്യൂമർ വർക്ക് ചെയ്യുന്ന സീൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആക്ടേഴ്സ് അവർ കയ്യിൽ നിന്ന് എടുത്തിട്ട് തന്നെ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ അതൊക്കെ എല്ലാം സ്ക്രിപ്റ്റഡ് ആണോ? അതെങ്ങനെ? അതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഓ, പറയാന്നുണ്ടെങ്കിൽ ഹ്യൂമർ വർക്കൗട്ട് ആയേക്കുന്ന സീൻ, അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുന്ന ഒരു സീൻ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ അതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. അവർ അവരുടേതായ ഒരു സ്റ്റൈലിൽ അതിന് എക്സ്ട്രാ തന്നു എന്നതാണ്. എന്നുവെച്ചാൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അതിനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എന്താ പറയുക, ധീരൻ കണ്ട ഒരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ചിരിക്കുള്ളത് എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഓക്കെ, നമുക്ക് മൂവി വാച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മനോജ് കെ ജയൻ സാറിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സാധാരണ മൂവി കാണുന്ന പോലെ തന്നെ ഒരു ഹീറോ വരുന്നു, ഹീറോനെ ലീഡ് ചെയ്യാൻ കുറേ ക്യാരക്ടേഴ്സ് വരുന്നു. പക്ഷേ ഈ മൂവിയിൽ അങ്ങനെയല്ല. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ട്, ഓരോരോ ക്യാരക്ടറുണ്ട്, ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോരോ രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്തേക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്, ഈ ഒരു യുണീക്നെസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ എന്തായിരുന്നു? അല്ലെങ്കിൽ അങ്ങനെ ആസ് എ ടെക്നീഷ്യൻസ് ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു അങ്ങനെ ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്? എന്തായിരുന്നു അങ്ങനെ പല പല ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട്, ഡിഫറെൻറ്റ് സ്റ്റോറി വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ലീഡ് ചെയ്തത് അതിനകത്തോട്ട്? അല്ല, പൊതുവേ ആദ്യം ഈ കഥ പറയുമ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നൊരു കാര്യം ഇതുപോലെ കുറേ ക്യാരക്ടേഴ്സ് എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെ ഐഡൻറ്റിറ്റി ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിലെല്ലാത്തിലും ഒരു ഫൺ എലിമെൻറ്റും ഉണ്ട്. അപ്പോൾ പലർക്കും ഇപ്പോൾ പറഞ്ഞ പോലെ ദേവദത്തിന് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മനോജേട്ടൻ ചെയ്തേക്കുന്ന അരുവി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഒരു കൂടുതൽ അടുപ്പമുണ്ട്. അത് ഫ്രം ഡയറക്ടർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഒക്കെ ആയിരിക്കണം പുള്ളിയുടെ ഒരു, മനസ്സിലായോ? അങ്ങനെ പിന്നെ ഈ പറയുന്ന പോലെ ജഗദീശൻ്റെ ക്യാരക്ടറിനെയും ഈ ദേവദത്തിന് ഭയങ്കര അടുത്ത് ഉള്ള കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ അച്ഛനിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ അതിലേക്ക് എടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ധീരനെ, കാരണം ദൈവത്തിൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ധീരതയ്ക്കുള്ള മെഡൽ വാങ്ങിച്ചപ്പോൾ അയാളെ ന്യൂഡൽഹിയിലേക്ക് കൊണ്ടുപോയതും അവാർഡിന് കൊണ്ടുപോയതെല്ലാം ദൈവത്തിൻ്റെ അച്ഛനാണ്. ആ ഒറിജിനൽ ധീരൻ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതും നമ്മുടെ എന്താ പറയുക, സിനിമയിലെ കുഞ്ഞു ധീരനാവുന്ന മൊമെന്റിൽ തന്നെ അയാൾ സ്ക്രീനിലുണ്ട്. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും, ഏത് ക്യാരക്ടറായിരിക്കും? ഇത് പടം കണ്ട് കൂടുതൽ ആളുകൾക്കും എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടത് സുധീഷ് ചേട്ടനെയാണ്. ഡെഫിനറ്റ്ലി സുധീഷ് ചേട്ടൻ ലിസ്റ്റിലുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അശോകേട്ടനെയാണ്. ആ പ്രായം ഉള്ള ഒരാൾ, ആ പ്രത്യേകിച്ച് ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾ. എവിടേക്കോ ഞാൻ എൻ്റെ ഒരു വലിയ വേർഷനിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ആളുടെ ഒരു സംസാര രീതികളും ഒക്കെ ഉണ്ടല്ലോ, അത് അങ്ങനത്തെ ഒരു അത് എനിക്ക് അദ്ദേഹത്തിനെ കൂടുതൽ. അശോകൻ്റെ ക്യാരക്ടർ എനിക്കും ഭയങ്കര എന്താ പറയുക പേഴ്സണൽ ഫേവറേറ്റുകളിലുള്ളതാണ്. പിന്നെ എല്ലാവർക്കും ഇമോഷണൽ ഡ്രൈവുകളുണ്ട്, എല്ലാവർക്കും വേറൊരു നാട്ടിലേക്ക് പോകാനുള്ള റീസൺസ് ഉണ്ട്. നമ്മളത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും വൈരുദ്ധ്യങ്ങളുള്ള ഒരു പറ്റം ആളുകളെയും മേയിച്ചുകൊണ്ടാണ് അബ്ബാസ് എന്ന ജഗദീഷേട്ടൻ്റെ ക്യാരക്ടർ കൊണ്ടുപോകുന്നത്. അപ്പം അതിലെന്ന് സുധീഷൻ്റെ ക്യാരക്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി എല്ലായിടത്തും ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ പടത്തിൽ വളരെ കുറവ് സ്ക്രീൻ സ്പേസേ ഉള്ളെങ്കിലും സിദ്ധാർത്ഥേട്ടൻ ഒരുപാട് പേർക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം ടോട്ടാലിറ്റി നോക്കുമ്പോൾ പുള്ളിക്ക് ഒരുപക്ഷെ 10 മിനിറ്റോ അതിന് മേലെ സ്ക്രീൻ ടൈം ഉള്ളൂ. പക്ഷെ ആ ടൈമിൽ പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര ഡീപ്പായിട്ട് പലരിലും എത്തിയിട്ടുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളൊരു ഫാക്ടർ, അതും ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. So once again, thank you so much Finn George Verghese and Harikrishnan Lokdas for joining us. അപ്പോൾ എല്ലാവരും ധീരൻ മിസ്സാക്കാണ്ടിരിക്കുക, പോവുക, മൂവി വാച്ച് ചെയ്യുക, ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. സോ once again, thank you. അതെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക.